സവ്വജതുക ബിൻതി ഫുലാനത ഖബിൽതു നികാഹഹ. ഈ ഖബിൽതു നികാഹഹ എന്ന് പറയുന്ന വാചകം പെണ്ണിന്റെ ബാപ്പായുടെ കയ്യും പിടിച്ചുകൊണ്ട് ഉച്ചരിച്ചിരിക്കുന്ന പുരുഷ, ഈ ഒരൊറ്റ വാചകം വല്ലാത്തൊരു വാചകമാണ്. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദാ. കടുത്ത ഒരു സുഭദ്രമായ കരാറ് നിങ്ങളിൽ നിന്ന് അവർ പിടിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല ഇതിനെക്കുറിച്ച് പറയുന്നത് നോക്കൂ. വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദാ. ഖബിൽതു നികാഹഹ എന്ന് പെണ്ണിന്റെ കൈപിടിച്ച്, പെണ്ണിന്റെ കൈക്കാരന്റെ കൈപിടിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ ആ ഉച്ചരിക്കുന്ന വാചകത്തോടുകൂടെ ആ പെണ്ണുങ്ങൾ നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത് കടുത്ത ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഭർത്താവിന് കൈപിടിച്ചുകൊണ്ട് സവ്വജതുക ചൊല്ലിക്കൊടുക്കും മുൻപ് ഉപസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. ഇതൊരു വലിയ പറയൽ സുന്നത്തുണ്ട്. എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം? അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം തന്നെ എന്റെ മോളെ കൊണ്ട് നടക്കണം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, അങ്ങനെയാണ് വ്യവസ്ഥ ചെയ്ത് ഞാൻ കല്യാണം ചെയ്തു തരുന്നത്. എന്താ വ്യവസ്ഥ? മിൻ ഇംസാകിൻ ബിമഅറൂഫ്. കൊണ്ടിടക്കുന്നെങ്കിൽ നല്ലോണം കൊണ്ടിടക്കുക. ഔ തസ്രീഹിൻ ബിഇഹ്സാൻ, അല്ലെങ്കിൽ നല്ല എനിക്ക് തിരിച്ചയക്കാം. ആര്? ബാപ്പ കൈപിടിച്ചിട്ട് പറയല് സുന്നത്തുള്ള വാചകമായി പറയുന്നു. ഒന്നുകിൽ നല്ല എനിക്ക് തിരിച്ചയക്കാം, അല്ലെങ്കിൽ നല്ലോണം കൊണ്ടിടക്കാം. നല്ല എനിക്ക് തിരിച്ചയക്കാന്ന് പറഞ്ഞിട്ടാ കൈ കൊടുക്കുന്നത്. എന്നിട്ടാ സവ്വജതുകാന്ന് പറയല് സുന്നത്ത്. ഇത് നാടന്മാർക്ക് കഴിയില്ലാന്ന് കരുതിയിട്ടാണ് മൊയ്യേര് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ പറയാത്തത്. സവ്വജതുക പറയുമ്പോൾ സവ്വജതുകാന്നല്ല അധികം പറയുള്ളൂ ആളുകൾ. ഇത് പറയാൻ പറ്റാത്തതിന് മുമ്പിൽ പിന്നെ സവ്വജുക്കാന്നും പറഞ്ഞ് വെറുതെ പറഞ്ഞിരുന്നാണ് ആശാവും. ഇവരുതി മൂല്യന്മാര് പറഞ്ഞു കൊടുക്കാതിരിക്കുക. വാസ്തവത്തിൽ തിരിയുന്ന ഒരാളാണെങ്കിൽ പറയാൻ പറ്റുമെങ്കിൽ ഇതും പറയും. എന്തായി പറയുന്നത്? നല്ല ആൾക്ക് തിരിക്കണം, ശരിക്കും കൊണ്ടിറക്കണം. അത് വലിയൊരു ഭാഗമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവർ പറയുന്നു, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന. വിശുദ്ധ ഖുർആനിലെ ഒരു വാചകമാണ് വലഹുന്ന. പെണ്ണുങ്ങൾക്ക് അവകാശമുണ്ട്. മിസ്ലുല്ലദീ അലൈഹിന്ന, നിങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തു തരേണ്ട ബാധ്യതകൾ അവരുടെ മേൽ എത്രയാണോ, നിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങൾ എത്രയാണോ, അതിന് തുല്യമായ അവകാശം പെണ്ണുങ്ങൾക്ക് നിങ്ങളിൽ നിന്നും കിട്ടേണ്ടതുണ്ട്. അല്ലാഹു തആലാന്റെ വാചകമാണ്. എന്റെ കെട്ടിയോൾ, എന്റെ പെണ്ണ്, എന്റെ ഭാര്യ. ഈ വാക്യന്റെ കണ്ടങ്ങൾ ഭാര്യ ഇതന്നെ ഇസ്ലാം അനുവദിക്കൂല. ഭാര്യയാക്കി തന്നൊന്നും ഇവിടെ പറയുന്നില്ല. രണ്ട് പദേ അള്ളാഹുവിന് പറയുന്നുള്ളൂ. ദിവാജ്, നിക്കാഹ്. എന്താ ദിവാജ് എന്ന് പറഞ്ഞാൽ? ഇണയാക്കുക. നിക്കാഹ് കൂട്ടിത്തരുക. കണ്ടോ? അകന്നു നിൽക്കുന്ന രണ്ട് വസ്തുക്കളെ കൂട്ടുക, ഇണയാക്കുക. ഈ രണ്ട് പദമല്ലാത്ത പദം ഉപയോഗിച്ചാൽ നിക്കാഹ് സാധുവല്ല ശാഫി മദ്ഹബിൽ. പിന്നെ എവിടെ ഭാര്യ, എവിടെ ഭർത്താവ്? നമ്മുടെ നാട്ടിലെ സമ്പ്രദായം തന്നെ അതാ. ഭാര്യ. ഇവിടെ എന്താ പറയുന്നത്? മാപ്പിള. അതിനെക്കാരൻ പെഞ്ഞൈ. പെഞ്ഞൈ. എനിക്കതിന്റെ ഭാഷ തിരിച്ചിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലെ മലയാളം പറയുന്നത് ഭാര്യ. ഇവിടെ മാപ്പിള, പെഞ്ഞൈ. ഈ പെഞ്ഞൈ എന്നതിന്റെ അർത്ഥം എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കും. മിക്കവാറും ഭാര്യ തന്നെ ആയിരിക്കും. ഭാര്യ ഭരിക്കപ്പെടുന്നവൾ, ഭർത്താവ് ഭരിക്കുന്നവൻ. പണ്ടത്തെ ആ ബ്രാഹ്മണ ഭാഷയാണ് ഞങ്ങളുടെ നാട്ടിലെ ബ്രാഹ്മണ ഭാഷ. ഭർത്താവ് ഭരിക്കുന്നവൻ, പെണ്ണ് ഭരിക്കപ്പെടുന്നവൾ. ബാലയാവായുവത്യാവാവൃദ്ധയാവാഭിയോഷിതാനസ്വാതന്ത്രേണ കർത്തവ്യം കിഞ്ചിൽ കാര്യം ഗൃഹേ സ്വഭി. പണ്ട് പാടുകാലം മുമ്പ് ഞാൻ ഈ പ്രസംഗമൊക്കെ പറയുമ്പോഴും ഒക്കെ പാടാറുണ്ടായിരുന്നു. ഇപ്പൊ പണ്ടത്തെ കുട്ടിക്കാലത്ത് ഇപ്പൊ നിർത്തല്ലോ, ഇപ്പൊ അതൊക്കെ പാടാൻ പറ്റില്ല. എന്താ പറയുന്നവരുകൾ? ബാല്യായിരുന്നാലും ചെറുപ്പമായിരുന്നാലും എപ്പോഴായിരുന്നാലും പെണ്ണ് ആണിന്റെ കീഴിൽ തന്നെ നിന്നുകൊള്ളണം. പെണ്ണ് ആണിന്റെ കീഴിൽ, ഭർത്താവിന്റെ കീഴിൽ, അല്ലെങ്കിൽ ബാപ്പാന്റെ കീഴിൽ, അല്ലെങ്കിൽ മൂത്ത പുത്രന്റെ കീഴിൽ ഭരിക്കപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞുകൊള്ളണം. മനുസ്മൃതിയുടെ മതം, ബ്രാഹ്മണന്റെ മതം. ഈ മതം വെച്ചിട്ടുള്ള പ്രയോഗമാണ് ഭർത്താവ് ഭാര്യ. ഇനി പോയിട്ട് നോക്ക് ക്രിസ്ത്യാനി, സത്യക്രിസ്ത്യാനി, വേദത്തിന്റെ ആള്, മൂന്നാം വേദത്തിന്റെ ആള്, നാലാം വേദത്തിന്റെ ആള്. നമ്മൾ മൂന്നാം വേദത്തിന്റെ രണ്ടാം വേദത്തിന്റെ ആളുപോലെ. ഈ മൂന്നാം വേദത്തിലോ കല്യാണം കഴിക്കുന്നതോടുകൂടെ ഭരിക്കപ്പെടുന്നവൾ എന്ന് അവളുടെ നെറ്റിയിൽ കുറിച്ചുകൊണ്ട് തന്നെ നിൽക്കണം. അതാരാ? അപ്പോസ്തലനായ പൗലോസ്. സെന്റ് പോൾ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ കത്തിൽ അവയ്ക്കാനുള്ള വേദം ആ വേദത്തിൽ എഴുതിയതാണ്. ഭരിക്കപ്പെടുന്നവൾ എന്ന് നെറ്റിയിൽ തിലകം ചാർത്തിയിട്ട് വേണം പെണ്ണ്. ഇതൊക്കെ ഇതിപ്പോ വിഷയം അങ്ങനെ പറഞ്ഞു പോകാത്തതുകൊണ്ട് ആ വിഷയമൊക്കെ ഞാൻ കണക്കായിരിക്കണം. നമ്മൾ ഇസ്ലാമോ സവ്വജതുക, അനങ്ങാൻ പറ്റൂല. അതിന്റെ അപ്പുറം ഭാര്യയാക്കി തന്നു എന്ന് മാത്രമാണ് ഒരാൾ മലയാളത്തിൽ പറഞ്ഞെങ്കിൽ നിക്കാഹ് സാധുവല്ല. പിന്നെന്ത് വേണം?
പരിഭാഷ വെക്കുന്നെങ്കിൽ ജബ്ബജത്തുക്കിന്റെ അർത്ഥം തന്നെ വെക്കണം. ഭാര്യയാക്കാനല്ല എന്റെ അർത്ഥം. ജബ്ബജത്തുക്ക, നിനക്ക് ഞാൻ ഇണയാക്കി തന്നു. ഇണയാ, ഇണയും തുണയും. കണ്ടോ നിങ്ങൾ, ആരാ ഇണ ആരാ തുണ അറിഞ്ഞൂടാ. ആണ് ഇണയാണോ എന്നാ പെണ്ണ് തുണയാണ്, പെണ്ണ് ഇണയാണോ എന്നാ ആണ് തുണയാ. എന്താ ഇസ്ലാമിന്റെ സങ്കല്പം? നിക്കാഹ് എന്ന് പറഞ്ഞാലോ അകന്നു കഴിഞ്ഞതിനെ കൂട്ടുക. തെനാക്കഹത്തിൽ അജ്ജാറു, കാറ്റടിക്കുമ്പോ മരങ്ങളുടെ കൊമ്പുകൾ തമ്മിൽ മുട്ടി വരുമ്പും ഇതിൽ നിന്ന് പിടിച്ചതാണ് നിക്കാഹ്. തെനാക്കഹത്തിൽ അജ്ജാറു, മരത്തിന്റെ കൊമ്പുകൾ കാറ്റടിച്ചപ്പോൾ കൂട്ടി വരുമ്പേ ഏത് കൊമ്പ്? ഇവിടെ മൂച്ചി, അവിടെ പിലാവ്, രണ്ടും മുട്ടും. ഇത് മൂച്ചിയാണോ ഇത് പ്ലാവാണോ നോക്കൂല. ഇവിടെ തേങ്ങ, അവിടെ അടക്ക, രണ്ടും മുട്ടും അല്ലെ. ഏത് മരവും വക നോക്കാതെ കൂട്ടിമുട്ടുന്നത് പോലെ ഏത് വകയിൽ നിന്ന് കൊണ്ടുവന്നാലും നിക്കാഹ് പറയുന്നതോടുകൂടെ കൂട്ടിമുട്ടിയവർ. കണ്ടോ നിങ്ങൾ, ഈ കൂട്ടുമുട്ടലോടുകൂടെ കഴിഞ്ഞ് ഏറ്റുമുട്ടലല്ല, കൂട്ടിച്ചേർക്കുക. ഷാഫി മദ്ഹബ് പറയുന്നു ഈ രണ്ട് മതമല്ലാതെ നിക്കാഹ് നിശ്ചയിച്ചാൽ നിക്കാഹ് സാധുവല്ല. അതെന്താ ഇമാം ഷാഫി തങ്ങൾ കാരണം പറയുന്നത്? അന്നഹു ലം യരിദ് വയുറുഹുമാ ഫിൽ ഖുർആൻ, അള്ളാന്റെ ഖുർആനിൽ നിക്കാഹിനെ ചൊല്ലി ഈ രണ്ട് വാചകമല്ലാതെ വന്നിട്ടില്ല. ഇമാമുൽ ഷാഫി റളിയല്ലാഹു അൻഹു. അല്ലാഹു തആലാന്റെ സങ്കല്പമില്ല ഇസ്ലാമിലെ ദാമ്പത്യം. ഈ ഖബീസ് നിക്കാഹയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഈ പെണ്ണ് ഒരൊറ്റ വാചകം പറയുന്നതോടുകൂടെ വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന, നിങ്ങൾ അവരുടെയും വസ്ത്രമാണ്, അവർ നിങ്ങളുടെയും വസ്ത്രമാണ്. ഏറ്റക്കുറച്ചിലില്ല. തമ്മിൽ ഒരു കൂട്ടർക്ക് വേണ്ടി മറ്റോല് പടക്കപ്പെട്ടു എന്ന സങ്കല്പമില്ല. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന, അവർ നിങ്ങളുടെ വസ്ത്രമാണോ, നിങ്ങൾ അവരുടെയും വസ്ത്രമാണ്. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന, അവർക്ക് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട അവകാശമാണ്, അവർക്ക് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട അവകാശമാണ്, നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട അവകാശമാണ്, അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശത്തിന് തുല്യമായത്. ഇബ്നു അബ്ബാസ് എന്നൊരു പറയാണ്, അതുകൊണ്ട് ഞാൻ എന്റെ കെട്ടിയോളെടുത്ത് പോകുമ്പോ കുളിച്ച് വൃത്തിയായി അത്തർ പൂശി നല്ല വസ്ത്രമണിഞ്ഞിട്ടാണ് മണിയറയിലേക്ക് ഞാൻ പോകാറ്. ഇന്നീല അതയ്യലു ലിംറാത്തി കമാ തതയ്യലു ലീ ലിഅന്നഹു ഖാൽ വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന. ഇബ്നു അബ്ബാസ്, ഞാൻ എന്റെ കെട്ടിയോളെടുത്ത് ചെല്ലുമ്പോ ഓൻ എവിടേക്കോ പോയി കച്ചവടം ചെയ്ത് വിയർത്ത് കുളിച്ച് ആകെ മാറ്റി ഈ വാസനയായിട്ട് വന്നിട്ട് ഓനാടങ്ങ് പോയി കിടക്കും. കയ്യുമില്ല, കാലുമില്ല, മോറുമില്ല, നിക്കരിക്കുമില്ല, കുളിക്കുമില്ല, ഒന്നുമില്ല. ഓന് പിന്നെ കുളിക്കേണ്ട രാവിലെ, അപ്പൊ കുളിക്കില്ല. ഇവളവനും വേണ്ടി കുളിക്കണം, വൃത്തിയാവണം, അടുക്കളയിട്ട് മാറ്റണം. ആ നൈറ്റ് പറ്റൂല, ഈ നൈറ്റ് പറ്റൂല, അതൊക്കെ പോക്കിയിട്ട് സുന്ദരമായിട്ട് വരണം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് പറയുന്നു, പറ്റൂല. ഈ ആയത്ത് കേൾക്കുന്നത് കൊണ്ട് ഈ ആയത്തിന്റെ അന്തസ്സാരമായ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇന്നീല അത്തതയ്യനുലിംറാത്തി കമാ തതയ്യനുലി, എനിക്ക് വേണ്ടി അവൾ മൊഞ്ചാകുന്നത് പോലെ ഞാൻ അവൾക്ക് വേണ്ടി മൊഞ്ചാകും. കാരണം അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടേണ്ട അവകാശം നിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടേണ്ട അവകാശം പോലെ തന്നെ പെണ്ണുങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ടതുമായിട്ടുണ്ട്. അള്ളാഹ് അപ്പൊ അവര് വൈദ്യൊക്കെ മാറ്റി കുളിച്ച് സുഗന്ധമൊക്കെ പൂശി അപ്പറൊക്കെ പൂശി വരുന്നത് നമുക്ക് സ്വന്തമാണോ, ഇഷ്ടമാണോ? എന്നാൽ നമ്മളും അതുപോലെ തന്നെ ചെല്ലുന്നത് അവർക്കും ഇഷ്ടമാകും. അത് അവകാശമായി വെച്ചുകൊള്ളണോ എന്ന് അല്ലാഹു തആല പറയാ. അല്ലാഹു തആല ഇത് പറഞ്ഞാൽ പിന്നെ ഇത് അപ്പറാരാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കേട്ടോ നിങ്ങൾ, മിൻ ദുനിയാകും സലാസ് അൽ മർഅതു വത്തീബ് വഖുറത്തു ഐനി ഫിസ്സലാഹ് ഖാല റസൂലുള്ളാഹി. നിങ്ങൾക്ക് നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് എനിക്ക് എന്ത് വേണമടോ? ഒന്നും വേണ്ട. ആകെ മൂന്നേ കാര്യമേ നിങ്ങളുടെ ദുനിയാവിലേത് എനിക്ക് വേണ്ടൂ. ബിരിയാണി വേണ്ട, ചാപ്പാട് വേണ്ട, ഇതൊന്നും എന്റെ മനസ്സിനെ ഒട്ടും ആകർഷിച്ചിട്ടില്ല. നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് മൂന്ന്. ഒന്നെനിക്ക് പെണ്ണ്, ആ പെണ്ണിനെ ആകർഷിക്കാൻ അത്തറ്, സുഗന്ധം. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ എന്റെ കണ്ണ് കുളിർമയാകുന്നത് മുഴുവൻ എന്റെ റബ്ബിന്റെ സവിധത്തിൽ പോയി നിക്കരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി. അള്ളാന്റെ ഹദറത്തിൽ പോയി നിക്കരിക്കുമ്പോൾ കിട്ടുന്ന കൺകുളിർക്കയുള്ള സന്തോഷം കഴിഞ്ഞാൽ ദുനിയാവിന് മടങ്ങണോ? പിന്നെ പെണ്ണെ എനിക്ക് വേണ്ടു സന്തോഷത്തിന്. ആ പെണ്ണിന് വേണ്ടിയിട്ട് അത്തറുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ശഫീഉനാ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂല് പറയുന്ന ഈ രീതിയിൽ നടക്കണമെങ്കിൽ എങ്ങനെയുണ്ട് പണി? കുറച്ച് പണിയുണ്ട്, അധ്വാനമുണ്ട്. അക്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുലുഖാ. ഏറ്റവും നല്ല പെരുമാറ്റവും ഏറ്റവും നല്ല സ്വഭാവവും തന്റെ വീട്ടിന്റെ അകത്താര് നടത്തുന്നുവോ അവനാണ് ശരിയായ മൂമിൻ. ചില മനുഷ്യന്മാര് നിസ്കാരം ശുദ്ധ, ഖുർആനോത്തും പാരായണവും ഒക്കെ ഉണ്ട്, ക്രിസ്ത്യന്മാരുടെ കയ്യിൽ മറിക്കണ്ണേറ്റുള്ളൂ. പെരീക്കാൻ കയറിയാ അങ്ങനെ അതുമാ
ഇതല്ലേ വിളിക്കൂ. ഇതിന്റെ കഞ്ഞിക്കും ഉപ്പിനും മുളകിനും താറിയിനും കീറിനും എല്ലാറ്റിനും വീടിന്റെ അകത്ത് കച്ചറയും വിലപ്പോ എന്തിനാണിവൻ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു. അവൻ മൂമിനല്ല. അക്മലുൽ മുഅ്മിനീൻ, ഏറ്റവും സമ്പൂർണ്ണൻ, അവന്റെ വീടിന്റെ അകത്ത് സമ്പൂർണമായ നല്ല വർത്തിത്വത്തിൽ നിൽക്കുന്നവനാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി. സ്വന്തം വീടിനോട് സ്വന്തം നിൽക്കുന്നവൻ ആരാണോ അവനാണ് മെച്ചപ്പെട്ടവൻ. ഒരാളെ കുറിച്ച് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഫുലാൻ ആബിദാണ്, രാത്രി വർക്കൾക്കും ഒന്നായിട്ട് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ വന്നു, അയാൾ നല്ല മൂമിനാന്ന് പറഞ്ഞപ്പോ ആ മുസ്ലിമേക്കാരം അല്ലാഹുവിന്റെ റസൂലേ അല്ല നബി, നിസ്കരിച്ചയാളെ നല്ല മനുഷ്യനാ, മൂമിനാ, നല്ല മൂമിൻ, അവ മുസ്ലിമോ അല്ലെ മുസ്ലിമാ? റസൂലുള്ള മുസ്ലിം തന്നെ പറയുള്ളൂ. അല്ലാഹുവിന്റെ റസൂല് പിന്നെ പറഞ്ഞു, ഇടൂ അയാളെ വീടരോടൊന്ന് പോയി ചോദിച്ചു, എങ്കിലേ അയാളെ ഈമാൻ അടക്കാൻ പറ്റൂ എന്നാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. ഈ തലയെക്കെട്ട് എന്റെ ഈ പഞ്ചാരവും പുതിയൊന്നും നിങ്ങൾ കേൾക്കണ്ട, എന്റെ വീട്ടിൽ പോയിട്ട് ചോദിച്ചിട്ട് തരക്കേടില്ലാന്ന് വീടര് പറഞ്ഞോ, അപ്പോഴേ ഒരു മനുഷ്യന്റെ ശരി അറിയൂ. ഇതാർക്കാ തിരിയാത്തത്? ഞാൻ ഉള്ളിൽ കാണുന്നത് കൊല്ലത്തിലോ രണ്ടിലേക്കോ എപ്പോഴേലും അല്ലേ. ഇപ്പൊ ചിരിക്കാൻ എനിക്കും വയ്ക്കും. എന്നാൽ തന്നെ നമ്മൾ ലേശം നടക്കുമ്പോഴേക്ക് അവന്റെ സ്വഭാവം എന്റെ സ്വഭാവമൊക്കെ തമ്മിൽ തിരിയൂലേ? തിരിയും. ഇത് രാത്രിയും പകലും മുഴുക്ക വീട്ടിൽ നിൽക്കുന്ന ആണിന്റെയും പെണ്ണിന്റെയും സ്വഭാവം ശരിയായി അള്ളാഹു പഠിച്ച സ്വഭാവം അവിടെയാ പ്രകടമാകുക. അതാണ് അല്ലാഹു തആലയുടെ റസൂല് പറഞ്ഞത്, വീട്ടിൽ പോയിട്ട് നല്ല നിലക്ക് നിൽക്കുന്നവനാണ് ഏറ്റവും മുന്തിയവൻ, ഞാൻ എന്റെ വീട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണോ ഖാല റസൂലുള്ളാഹി. എന്താണ് ആ പ്രയോഗം? ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി. സ്വന്തം വീടുകാരോട് നല്ല നിലക്ക് നിൽക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ. ഞാൻ നിങ്ങളിൽ വെച്ച് എന്റെ വീട്ടുകാരോട് ഏറ്റവും മെച്ചപ്പെട്ടവനാണ് ഞാൻ. എന്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചു നോക്കൂ എന്നെ കുറിച്ച്. അല്ല ആയിഷാബിനോട് ചോദിച്ചാലും ഹസ്സാബിനോട് ചോദിച്ചാലും കളത്രമാർ എത്ര ഉണ്ടായിട്ടുണ്ടോ റസൂലുള്ളാഹിനെ പറ്റി അവരെന്ത് പറയും? അതാണ് അല്ലാഹുവിന്റെ റസൂൽ. ആ റസൂലിന്റെ പ്രകൃതിയിൽ വീടിന്റെ അകത്ത് നിൽക്കണം. എങ്ങനെ നിൽക്കണം? അതിന്റെ സ്വഭാവങ്ങൾ ഒന്നായിട്ടാണ് പറഞ്ഞു പോയാൽ ഒന്നായിട്ട് പറയും. നമ്മളൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എത്രയാ ചിന്തിക്കാം? നമ്മൾ കെട്ടിക്കൊണ്ടുവന്നത്, നമ്മൾ മഹർ കൊടുക്കുന്നത്, നമ്മൾ ചെലവ് കൊടുക്കുന്നത്, എന്തിനൊക്കെ അവരോട് പറയാം. അപ്പൊ ആ കാര്യങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിരിക്കുന്ന ഏൽപ്പനകൾ വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മളെ പെണ്ണ് നമ്മുടെ ഇണയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളിൽ നിന്ന് അവകാശമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ആ അവകാശമുള്ള ഇണയോട് എങ്ങനെ നിൽക്കുമോ അങ്ങനെ നിൽക്കണം. ഭക്ഷണം കൊടുക്കലും പിടിക്കുന്നതും ഒക്കെ ശരിയാക്കണം. എല്ലാ നിലക്കും നല്ല നിലക്ക് നിൽക്കുക. എത്രത്തോളം നിൽക്കുക? കളി ചിരിയടക്കം. ആരായി കളിക്കുന്നത് ചിന്തിച്ചോ നിങ്ങൾ? 9 വയസ്സായ പെണ്ണാണ് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വീട്ടിൽ കൂടാൻ വരുമ്പോൾ. കല്യാണം കഴിക്കുമ്പോൾ 6 വയസ്സ്. കല്യാണം കഴിക്കുമ്പോൾ 6 വയസ്സുള്ള ആയിഷ ബീവി 9 വയസ്സുള്ളപ്പോൾ റസൂലുള്ളാഹിന്റെ മണിയറയിലേക്ക് വരുമ്പോ അള്ളാന്റെ റസൂലിന് എത്രയാ പ്രായം? 53 പിന്നിട്ടിട്ടുണ്ട്. 53 പിന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ മുമ്പ് 9 വയസ്സായ ഒരു കളിക്കോപ്പുകാരിയായ പെണ്ണ് വന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ജീവിച്ചിരുന്നത് നിങ്ങൾക്കറിയോ? ജീവിതം എന്താണ്? ആ ജീവിതം ഇതിനാണ് അള്ളാന്റെ റസൂല് ഈ ലോകത്ത് മാതൃകയായ ജീവിതം നയിച്ചത്. റസൂലുള്ളാഹിന്റെ വീട്ടിൽ വരുമ്പോ കളിക്കോപ്പുണ്ട്. ഒരു കളിക്കോപ്പിൽ കാണുന്നു നല്ലൊരു കുതിര. പക്ഷെ ആ കുതിരക്ക് ചിറക്. ബൊമ്മക്കുട്ടികൾ എവിടെയും പറ്റൂല. ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണമല്ലോ, ജീവികളുടെ ഫോട്ടോയും ജീവികളുടെ ഈ സാധനല്ലേ ചിത്രം, ആ ചിത്രവും പ്രതിമയും ഒരു ഷോക്കേസിലും വെക്കരുത്. ഓരോരോ ഭക്തന്മാരുടെ വീട്ടിൽ പോയ ആന, കുതിര, മറ്റതൊക്കെ കാണങ്ങനെ കടുത്ത ഹറാമാണിത്. മലക്കുകൾ അവിടെ കിടക്കുകയില്ല എന്നല്ലാണ്ട് റസൂല് വിവരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പറ്റും എന്ത്? കുട്ടികളുടെ കളിക്കോപ്പ്. കുട്ടികളുടെ കളിക്കോപ്പ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റും. ആയിഷാ ബീവിക്ക് ഉണ്ടായിരുന്ന ഒരു കളിക്കോപ്പൻ എന്താ പറയുക? കുതിര. പക്ഷെ കുതിരക്ക് ചിറക്. അല്ലാണ്ട് റസൂല് പറയാ ചെറിയ കുട്ടിനോട്, കുതിരക്ക് ചിറകോ? കുതിരക്ക് ചിറകുണ്ടാവുമോ? റസൂലുള്ളാഹി. പക്ഷെ ആയിഷാ ബീവി ബുദ്ധിമതിയല്ലേ. ആയിഷാ ബീവി പറഞ്ഞേ സുലൈമാൻ നബിന്റെ കുതിരക്ക് ചിറകുണ്ടായിരുന്നു. സുലൈമാൻ നബിന്റെ കുതിരക്ക് ചിറകുണ്ടായിരുന്നു എന്ന് ആയിഷാ ബീവിയുടെ മറുപടി. അല്ലാണ്ട് റസൂല് പോലും ചിരിച്ചു പോയിന്നാണ് ആയിഷാന്റെ അന്നത്തെയും ബുദ്ധിയ. സുലൈമാൻ നബി എന്ന് കേൾക്കുമ്പോഴേക്ക് കാറ്റിൽ പറന്ന നബി എന്നല്ല ചിന്തിക്കുന്നത്. അപ്പൊ മൂപ്പത്തി വിചാരിച്ച കുതിരക്കും ചിറകുണ്ട്. കാറ്റിൽ പറച്ച സുലൈമാൻ നബി. അപ്പൊ ആയിഷാ ബീവിന്റെ പറച്ചില് കുതിരക്ക് ചിറകുണ്ടായിരുന്നു ആ സുലൈമാൻ നബിന്റെ കുതിരക്ക്. അല്ലാണ്ട് റസൂൽ ഒരിക്കൽ യുദ്ധം കഴിഞ്ഞ് വരുമ്പോ റസൂലുള്ളാഹിയും ആയിഷാ ബീവിയും ഒറ്റയ്ക്ക് വരും. മറ്റുള്ളവരോട് മുന്നോട്ട് നടക്കാൻ പറയും. അല്ലാണ്ട് റസൂല് ആയിഷാ ബീവിന്റെ കൂടെ ഓട്ട മത്സരം, ഓടുക. ഇതൊക്കെ നമ്മളെ വീട്ടിൽ പറ്റൂലേ? ആ കാരണവർക്ക് പറ്റും. 53 വയസ്സായ ശേഷം 60 വയസ്സായ റസൂലുള്ളാഹിയാണ് ആയിഷാ ബീവിന്റെ ഒപ്പം ഓടുന്നത്. ആയിഷാ ബീവിന്റെ ഓടിയിട്ട് അള്ളാഹുവിന്റെ റസൂല് മുമ്പ് കടന്നു. ആയിഷാ ബീവി തോറ്റു. ആയിഷ റളിയല്ലാഹു അൻഹ ഈ കഥ വിവരിച്ചിട്ട് പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ എന്നോട് ഓടിയിട്ട് മത്സരിച്ചിട്ട് ഒരിക്കൽ ഞാൻ ജയിച്ചു.
അന്ന് അല്ലാഹുവിന്റെ റസൂല് തോറ്റു തന്നു. രണ്ടാമതൊരിക്കൽ യുദ്ധം കഴിഞ്ഞ് വരുമ്പോ യുദ്ധസ്ഥലത്തിൽ നിന്ന് നടന്ന് ഞങ്ങൾ ആരുമില്ലാത്തൊരു സ്ഥലത്തെത്തിയപ്പോ ഞാനും റസൂലും ഓടി നോക്കിയപ്പോ അല്ലാഹുവിന്റെ റസൂല് ജയിച്ചു, ഞാൻ കതച്ചു. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷാ ബീവിയോട് റസൂലുള്ള പറയുന്നു, ഹാദിഹി ബിതിൽക, പണ്ട് നീ എന്നെ പറ്റിച്ചില്ലേ, ഞാൻ പരാജയപ്പെട്ടില്ലേ, അതിന് ബദല് പിടിച്ചോ ആയിഷാനോട്. ഇത് ആയിഷാനോടല്ലാതെ ആരോടാ പറയാ? അല്ലാഹുവിന്റെ റസൂലിന്റെ മണവാട്ടി ആയിഷ, ഹാദിഹി ബിതിൽക, അന്ന് ഞാൻ ഓടിയപ്പോ പോയില്ലേ. ആയിഷാ ബീവി പറയണ എന്താണെന്നറിയോ, പണ്ട് ഞങ്ങൾ തിന്നലില്ലേനു, തിന്നാൻ കിട്ടണ്ടേ, പിന്നെ ഞാനിങ്ങോട്ട് കൊഴുത്തു, ഭർത്താവിന്റെ കൂടെയല്ലേ, ആ കൊഴുക്കലിങ് വന്നപ്പോ ഓടാൻ വയ്യാതായി. അപ്പൊ റസൂലുള്ള ഓടി, അന്ന് ഞാൻ തോറ്റു. അപ്പൊ റസൂലുള്ള പറയുന്നു, ഹാദിഹി ബിതിൽക, പണ്ടത്തേതിന് പകരം വെച്ചോ. മദീനത്തെ പള്ളിയിൽ വരുന്നു, നല്ല കുന്തം കൊണ്ട് എറിയുന്ന ഒരു കൂട്ടം ആൾക്കാർ, ചെറുകുന്തം കൊണ്ട് കളി, കളരിപ്പാറ്റിൽ നമ്മളെ കാലത്ത് ആ കളരിപ്പാറ്റ് പോലെ മദീനത്തെ പള്ളിയിൽ ഒന്നാകെ ഒരു സംഘം വന്നു, അബിസീനിയക്കാരുടെ ഒരു സംഘം, പാട്ടും കളിയുമായിട്ട് നല്ലൊരു സംഘം, കുന്തം കൊണ്ട് എറിഞ്ഞിട്ട് നല്ല കളിയാവും. ഈ എറിഞ്ഞ കളി കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞാ വരി ഒന്ന് കളിച്ചു. ആയിഷാ ബീവി കാണാനേ, മദീനത്തെ പള്ളിയുടെ ചാരത്തല്ലേ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിന്റെ ചാര വെച്ചിട്ട് അവർ കളിക്കുകയാണ്. കളിക്കുന്ന ആയിഷാ ബീവിയുടെ മുമ്പിലിരിക്കുന്ന കളിക്കാർ കളിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ആയിഷാന്റെ വാതിൽക്ക് ഇങ്ങനെ നിന്നൊടുത്തു, കൈ ഇങ്ങനെ പിടിച്ചിട്ട്. ആയിഷ ഒട്ടാകെ മറഞ്ഞു നിൽക്കുന്നു, റസൂലുള്ള വാതിൽക്ക് ഇങ്ങനെ കൈ വെച്ചിരിക്കുന്നു. കൈ വെച്ചാൽ റസൂലുള്ളാന്റെ തോളം കയ്യിൽ ആയിഷാന്റെ താടി ഇങ്ങനെ വെക്കാം, കണ്ണുകൊണ്ടിങ്ങനെ കാണാൻ. ബാക്കി ആരും ഇങ്ങോട്ട് കാണൂല. അങ്ങോട്ട് കളിക്കുന്നവരെ ചിലപ്പോ പെണ്ണിന് എങ്ങോട്ട് കാണുന്ന മാതിരി തന്നെയല്ല അങ്ങോട്ട് കാണുന്നത്. കളിയും മറ്റും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കളി ഉപകരണങ്ങൾ മാത്രം നോക്കുകയാണെങ്കിൽ പുരുഷനെ ശ്രദ്ധിക്കാതെ പെണ്ണിന് ചിലപ്പോൾ ഇതൊക്കെ വിട്ടുവീഴ്ചണ്ട് ആ ശറ അവിടെ പഠിപ്പിക്കുന്നത്. കളി ഇങ്ങനെ വെച്ചെടുത്തിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പടങ്ങനെ വെച്ചിട്ട് നിന്നു. മതിയോ? റസൂലുള്ളാഹിന്റെ ചോദ്യം. ആയിഷ റസൂലുള്ളാഹിനോട് പറയുന്നു പോരാ. പിന്നെയും പറയുന്നു മതിയോ? മതിയില്ല. അള്ളാഹിന്റെ റസൂല് മതിയോ എന്ന് പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കാൻ എനിക്ക് വേണ്ടി റസൂലുള്ള നിന്നു. എത്ര നേരം എന്ന് ഞാൻ പറയുന്നില്ല. ഖദറിൽ ജാരിയത്തിൽ ഹദീസത്തി സിന്നിൽ ഹരീസത്തി അലൽ ലഹ്വി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കളി കാണാൻ നല്ല കമ്പമുള്ള ചെറുപ്പക്കാരിയായ ഒരു കുട്ടി, ഒരു പെൺകുട്ടി കളി കാണാനും വിനോദം കാണാനും എത്ര സമയം നിൽക്കും എന്ന് നിങ്ങൾ തന്നെ കണക്ക് കൂട്ടിക്കോ. അത്രയും സമയം എനിക്ക് വേണ്ടി റസൂലുള്ള കളിപ്പിക്കുന്ന ആളുകളെ കളിപ്പിച്ചിട്ട് കാത്തു നിന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. ഇതൊന്നൊരു മൂല്യര് കണ്ടാലോ? മൂല്യര് കണ്ടാ പറയാ ഒരു പെങ്കൂസം മൂല്യര്. അല്ലാണ്ട് ആയിഷ ആയതുകൊണ്ടാ. മറ്റു പെണ്ണുങ്ങൾ അവരോടൊത്ത രീതിയിൽ അല്ലാഹുവിന്റെ റസൂൽ എന്താ ജീവിതം, ഈ സുഖകരമായ ജീവിതം എന്തൊരു ജീവിതമാണ്. എല്ലാത്തിലും റസൂലുള്ളാഹിന്റെ ജീവിതം, ഈ സുഖകരമായ ജീവിതം സുന്ദരമായിട്ട് അങ്ങനെ പോകാൻ. കളിയും വേണം, തമാശയും വേണം, വിനോദം വേണം, എല്ലാം വേണം. അതൊന്നും മോശമല്ല. അതിനിടയിൽ എല്ലാം ഒത്തിച്ചു കൊടുക്കരുത്. അറബികൾക്കൊരു ചൊല്ലുണ്ട്. എന്താ ചൊല്ലെന്നറിയോ? അവരാദ്യം പറയുന്നുണ്ട്, നിങ്ങൾ പുതിയാപ്പന്റെ അടുത്ത് പോയ ആദ്യം ചെയ്യേണ്ടത് ഓന്റെ കുന്തം പിടിച്ച ആ കുന്തത്തിന്റെ മകിടം കണ്ട് വലിക്കുക. അങ്ങനെ വലിച്ചിട്ട് ഓണൊന്നും മിണ്ടണില്ലേ, എന്നാ പിന്നെ രണ്ടാമത് നിന്റെ ഭർത്താവിന്റെ പരിചയം എടുത്തിട്ട് ഇറച്ചി മുറിക്കുന്നതായിരുന്നു വെച്ചിട്ടാവണം. ഇറച്ചി മുറിക്കാൻ പരിചയം. ഒരറബിക്ക് കുന്തവും പരിചയം പറഞ്ഞാൽ എന്താണെന്ന് അവരുടെ സാധാരണ സുരക്ഷായുധ. ആ പരിചയം വെച്ചിട്ട് വെട്ടിക്കൊണ്ടായിരുന്നു ഇറച്ചി വെച്ചിട്ടും യാതൊന്നും നോക്കണില്ല, മിണ്ടാതിരിക്കാണോ? എന്നാൽ പിന്നെ എല്ല് അവന്റെ വാളെടുത്തിട്ട് വെട്ടി നോക്കിക്കോ, അവന്റെ വാളെടുത്തിട്ട് എല്ല് വെട്ടി നോക്കിക്കോ. എന്നിട്ടും മിണ്ടാത്ത പുരുഷനാണോ എങ്കിൽ പിന്നെ നല്ലൊരു മേട്ടുട്ടി കൊണ്ടുവന്നിട്ട് ഒരു ഇരുമ്പ് കൊണ്ടുവന്ന് അവന്റെ മുതുകത്ത് വെച്ചിട്ട് അടിച്ചങ്ങോട്ട് കൊന്നോ അവനെ. അവൻ നിന്റെ കെട്ടിയോനല്ല, ഹിമാറുക്ക, അവൻ നിന്റെ കഴുതയാണ് അറബികൾ പറഞ്ഞു. ഇത് ശരിയാ, നല്ലൊരു വാചകമായി. വാചകത്തിന്റെ ശൈലി പോലെ ഞാൻ പറഞ്ഞാൽ സമയം പിടിച്ചു. മോശങ്ങൾ വൈക്കോളി. കുന്തെടുത്തിട്ടും കേസില്ല, പിടിച്ചെടുത്തിട്ടും കേസില്ല, എണ്ണെടുത്തിട്ടും കേസില്ല, പുസ്തകം എടുത്തിട്ടും കേസില്ല, കിതാബ് എടുത്തിട്ടും കേസില്ല. എന്തും വന്ന് എടുത്തോട്ടെ പെണ്ണ്, മുസാബ് എടുത്തോട്ടെ, കളി എടുത്തോട്ടെ, കോപ്പ് എടുത്തോട്ടെ എന്ന് ഒരു പുരുഷൻ നിൽച്ചാൽ അവൻ കെട്ടിയോനല്ല. അവന്റെ മുതുകത്ത് വെച്ചിട്ട് ഇരുമ്പിട്ടിട്ട് അടിച്ചിട്ട് ഞെട്ടിപ്പിടിക്കണം. അവൻ നിന്റെ കെട്ടിയോനല്ല, നിന്റെ കഴുതയാകുന്നു എന്ന് ബഹുമാനപ്പെട്ട അറബി വംശജർ പറഞ്ഞു കൊടുക്കുക. അതങ്ങനെ തന്നെയാണ് നമ്മളെ നാട്ടിൽ. ഇതെല്ലാം സംഭവിച്ചു കൊടുക്കാനല്ല, ക്ലിയറായി ശരിക്ക് നല്ല വിദുലമായ രീതിയിൽ സുന്ദരമായിട്ട് നോക്കണം. الرجال قوامون على النساء بما فضل الله بعضهم على بعض
പെണ്ണുങ്ങളെ ശരിക്കും നോക്കി നടത്തേണ്ട ചുമതല പുരുഷനിക്ക് അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ ചുമതല അവൻ ശരിക്കും നിർവഹിക്കണം. അത് ശരിക്കും നിർവഹിച്ചില്ലെങ്കിലോ അവൻ ഏറ്റവും അധികം ഫലം അവൻ തന്നെ അനുഭവിക്കേണ്ടി വരും, ഏറ്റവും കടുത്ത ഫലം. അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹു തആല ഖുർആനിൽ പറയാം, ഈ ഫലം അനുഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല നിലക്ക് നിൽക്കണം. അതിനിടയ്ക്ക് പെണ്ണുങ്ങളെടുത്ത് വല്ലതും വന്നാലോ, അല്ലാഹു തആലാന്റെ ഖുർആൻ നോക്കി നിങ്ങൾ, ഞങ്ങളെ നാട്ടിൽ കൂടെ ഒരു വെപ്പുണ്ട്, ശരിയായിട്ട് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു ഒന്നായിട്ട് കോലാഹലം വെക്കും ഞങ്ങളെ നാട്ടിൽ. എന്താണെന്നറിയോ? അത്ര തന്നെ അത്. ഇപ്പൊ ഇന്നലെ ഒരാൾ പറഞ്ഞു, ഞങ്ങളെ തെക്കൻ ഭാഗത്തൊന്നും ഇങ്ങനെ കാര്യം നിർത്തില്ല ഞങ്ങൾ ഇവിടുത്തെ മാതിരി. 4 നിക്കാഹ് ഒരൊറ്റ മാസത്തിൽ നമ്മുടെ നാട്ടിൽ കഴിച്ചു കൊടുത്തത് 4 വേണ്ടാണ്. എന്താ അറിയോ? വളരെ സാധുക്കളായ മനുഷ്യന്മാര് വളരെ കുടുങ്ങിയ പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ ഞങ്ങളെ നാട്ടിൽ കണ്ട് പെങ്ങളെ നാട്ടിൽ നിന്ന് കുറച്ച് വരാൻ പറഞ്ഞു. ഇത് മംഗലാപുരത്തുനിന്നല്ല, മൈസൂരിൽ നിന്നാണ്. മൈസൂർ നിക്കാഹ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കേരളത്തിലേക്ക്. എന്താ ആ മൈസൂരൊന്നും പണം കിട്ടൂലല്ലോ. ഞങ്ങളുടെ 50,000 60,000 70,000 ഒക്കെ വാങ്ങുമല്ലോ. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ട് നിക്കാഹും കഴിച്ച് എവിടെയോ കൊണ്ടേയില്ല. ഇങ്ങനെ ഒരൊറ്റ മാസം കൊണ്ട് 3-4 നിക്കാഹ് താറുമാറായ ഈ രീതിയിലാണ് ഞങ്ങളുടെ നാട്ടിലെ കാര്യം തീർക്കല്. ഇത് കാണുമ്പോൾ പ്രയാസപ്പെടൂല മനുഷ്യൻ. അങ്ങനെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് നമുക്കിടയിൽ. അത്തരം പ്രശ്നങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഇസ്ലാമിന് ദാമ്പത്യം ചിന്തിക്കായിട്ട് പുരുഷൻ നല്ലോ മനസ്സിലാക്കുക. അല്ലാഹു തആല വിവരിക്കുന്ന മാർഗം നോക്കിയാൽ നിങ്ങൾ എത്ര സുന്ദര. വല്ലാത്തി തഖാഫൂന നുശൂദഹുന്ന ഫഇദൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മവാജിഇ വദ്രിബൂഹുന്ന ഫഇൻ അത്അനകും ഫലാ തബ്ഗൂ അലൈഹിന്ന സബീലാ. കടമകൾ മുഴുവൻ നോക്കിക്കൊണ്ട്, പെണ്ണുങ്ങളുടെ അവകാശങ്ങൾ മുഴുവൻ അവർക്ക് നൽകിക്കൊണ്ട്, അവർക്ക് നിങ്ങളിൽ നിന്നും അവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശം എങ്ങനെയാണോ അതുപോലെ അവർക്കും അവകാശം നൽകിക്കൊണ്ട് നോക്കുന്നതിനിടയിൽ അവരുടെ പെരുമാറ്റത്തിൽ വലിയ മോശം കണ്ടാൽ, വല്ലാത്തി തഖാഫൂന നിങ്ങൾ ആശങ്കിക്കുന്ന പെണ്ണുങ്ങൾ, നുശൂദഹുന്ന നിങ്ങൾ പറഞ്ഞാൽ കേൾക്കൂല അവരെന്ന് ആശങ്കിക്കുന്ന പെണ്ണുങ്ങൾ. എങ്ങനെ പറഞ്ഞാൽ കേൾക്കൂലാന്ന് ആശങ്കിക്കുക? ഇമാം ഷാഫിഈ പറയുന്നു, വാക്കുകൊണ്ടുണ്ടാകാം. പണ്ടൊക്കെ നല്ലോണം വിളിയേറ്റീന് പെണ്ണ് ഇപ്പം വിളിച്ചാ എന്നേ പറയുള്ളൂ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ നിങ്ങൾ പറയാം, ഖദീജ ഓയ് എന്ന് വിളിയേറ്റിരുന്ന പെണ്ണ് കുറെ കഴിഞ്ഞിട്ട് 4 മക്കളായാത്തിന് എന്നേ കേൾക്കുന്നുള്ളൂ എങ്കിൽ ഇതാണ് നുശൂദിന്റെ വാക്കിന്റെ അടയാളം. അങ്ങനെ കേൾക്കുമല്ലോ. പെണ്ണ് ഒരു കുട്ടിൻ്റെ ആയാൽ പിന്നെ അവിടെ നാട് തുടങ്ങും. കുട്ടിയും വേണ്ട, 4 ദിവസം നിന്നിട്ട് ബനെ ശരിയായിട്ടൊന്ന് കൂക്കിയാൽ നമ്മളെക്കാളും ബുദ്ധിയാ ഇതൊക്കെ പെണ്ണ് നിൽക്കുക. നമ്മൾ വിചാരിക്കും നമുക്ക് അവന്റെ തന്റെ ഇടം. 4 ദിവസം നിൽക്കുന്നതോടുകൂടെ ഈ ഒതള പുരുഷനെ പെണ്ണളക്കും. ഏത് ഒതളിനും പെണ്ണ് നിൽക്കില്ല. അതിന് പെണ്ണിനൊരു കഴിവുണ്ട്. ആ പെണ്ണ് നോക്കിയിട്ട് മനസ്സിലാക്കിയാൽ ലേശം ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നത്തെ വിളിക്കും എന്നെ കേൾക്കുള്ളൂ. അത് കേട്ടാൽ ആ വാക്കിൽ കേൾക്കുന്ന നുശൂദിന്റെ ഭയം. ഇമാം ഷാഫിഈ പറയുന്നു, പ്രവൃത്തിയിൽ കാണുന്ന നുശൂദ് കേൾക്കണ. നെല്ലൊന്നിങ്ങനെ കൊട്ടിയിട്ട് ഇങ്ങനെ കാറ്റുമ്പോ അപ്പം വന്നിരുന്ന പെണ്ണില്ലേ, നീ വിളിച്ചിടത്തേക്ക് വന്നിരുന്ന പെണ്ണില്ലേ, നിനക്ക് എന്തും ചെയ്യാൻ വേണ്ടി വന്നിരുന്ന പെണ്ണില്ലേ, നീ വീട്ടിലേക്ക് കേൾക്കണ. നെല്ലൊന്നിങ്ങനെ കൊട്ടിയിട്ട് ഇങ്ങനെ കാറ്റുമ്പോ അപ്പം വന്നിരുന്ന പെണ്ണില്ലേ, നീ വിളിച്ചിടത്തേക്ക് വന്നിരുന്ന പെണ്ണില്ലേ, നിനക്ക് എന്തും ചെയ്യാൻ വേണ്ടി വന്നിരുന്ന പെണ്ണില്ലേ, നീ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എഴുന്നേറ്റിരുന്ന പെണ്ണില്ലേ, ഇപ്പം അവൾ എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടാൽ, നീ വിളിച്ചിടത്ത് വരുന്നില്ലെന്ന് കണ്ടാൽ, നീ പറഞ്ഞത് ഉടനടി അനുസരിക്കുന്നില്ലെന്ന് കണ്ടാൽ പ്രവൃത്തിയിലെ അനുസരണക്കേടാണ് എന്ന് ചിന്തിച്ചോ. അപ്പോഴേക്ക് വിചാരിക്കും മോലയും കൊടുത്ത് കുറക്കും ഈ പെണ്ണുങ്ങൾ. ഇതൊക്കെ കണ്ടു കാണൊന്നും വളരെ പണ്ട് ഞാൻ കണ്ടപ്പോത്തിന് വണ്ടി നീച്ചിന് ഉപ്പ് അപ്പുറത്തൊരു മുല അപ്പുറത്തൊരു മുല, ആ കുട്ടിയൊന്നും ഈ കുട്ടിയൊന്നും അപ്പൊന്നും ദഹിക്കൂല മനുഷ്യന്മാരെ. ഇതൊന്നും വിചാരിക്കണ്ട. ഷാഫി മാമ അതല്ല പറയുന്നത്. ഒരു സ്വകലുമില്ലാത്ത ഒരു പെണ്ണ് യാതൊരു പ്രയാസവും ഇല്ലാഞ്ഞിട്ടും നീ വിളിച്ചിടത്ത് വരാത്ത മാതിരി കണ്ടാൽ എന്ത് വേണം? അതിന്റെ ഭവിഷ്യത്തുകളും അങ്ങനെ വന്നാലുണ്ടാകുന്ന പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞിട്ട് നീ അവളെ ഗുണദോഷിച്ചിട്ട് ഉപദേശിക്കണം. അപ്പോ അതിന് പിടിച്ചാൽ തന്നെ ഉപദേശം നല്ലോ നോക്കണം. ആ പോക്കരട്ടേനി എന്ന് പറയുന്നത് കളി കളിച്ചാൽ പറ്റൂല. എല്ലായിടത്തും ഒരേമാതിരി വിദ്യാർത്ഥം പറ്റൂല. ഓരോ തരം പെങ്ങളെ വളരെ ക്ലിയറിൽ നോക്കണം. ഏതാ ഭാര്യ, അവളുടെ സ്വഭാവം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് ഉപദേശിക്കാം. ചിലരോട് നല്ലോ ഉപദേശിച്ചാൽ നല്ലോ പറ്റും, ചിലരോട് ഉപദേശിച്ചാൽ ക്രോധം കൂടും. അതൊക്കെ നിർത്തണം. വേണ്ടതുപോലെ അവരെ ഉപദേശിക്കാം. എന്നിട്ട് അല്ലാഹു തആല പറയും, നോക്കൂ പിന്നെ അവരെ നിങ്ങൾ വെടിയണം. എങ്ങനെ വെടിയണം? തൊക്കെ വേഗം ഒറ്റ ഓട്ടാണ് വെടിയാൽ. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരു വിരിപ്പ് തന്നെ കടന്നിട്ട് ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ നാളാണ്. ഒറ്റ റൂം, ഒറ്റ വിരിപ്പ്, ഒറ്റ കട്ടില്, എന്നിട്ട് അതിൽ കിടന്നിട്ട് ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞെടുക്കുക. എന്താണ് ആ കടത്തം? ഇബ്നു അബ്ബാസ് വലിയ വിദ്വാൻ തന്നെയാണ്.
പെണ്ണുങ്ങളെ നിങ്ങൾ വെടിയണം, കിടക്കുന്ന ഇടത്തിൽ മാത്രം. അങ്ങനെയുള്ള ഖുർആൻ പറഞ്ഞേ, കിടക്കുന്ന ഇടത്തിൽ നിങ്ങൾ പെണ്ണുങ്ങളെ വെടിയണം. കിടക്കുന്ന ഇടത്തിൽ എന്ന ഖുർആനിന്റെ ആ പ്രയോഗത്തിന് ഇബ്നു അബ്ബാസ് അർത്ഥകൽപ്പന നടത്തുന്നു. അതിന്റെ അർത്ഥം ഒരു വിരിപ്പിൽ, ഒരു കട്ടിലിൽ, ഒരു റൂമിൽ ഒരേ നിലയ്ക്ക് ഉരുമ്മിക്കിടക്കുക, പക്ഷെ മുഖം അങ്ങോട്ട് തിരിക്കുക, നിന്റെ മുതുക് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. നോക്കിങ്ങളെ എന്ന് പറയാൻ കിട്ടുന്ന മാതിരി കിടക്കുക. എന്നിട്ട് നോക്കിങ്ങളെ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് തിരിയാതെ കിടക്കുക അങ്ങോട്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. വേറെ ചിലർ പറയുന്നു, അല്ല, അവൾ കട്ടിലാണോ എങ്കിൽ നീ താഴെ ഇറങ്ങി കിടക്കുക, നീ താഴെയാണോ എങ്കിൽ അവൾ കട്ടിലിൽ കിടക്കേ, അല്ലെങ്കിൽ അവൾ താഴെയാണോ എങ്കിൽ നീ കട്ടിലിൽ കിടക്കുക, ഒരു റൂമിൽ തന്നെ, ഇതിന്റെ അപ്പുറം വിട്ടോരില്ല. വേറെ ചിലർ പറയുന്നു എന്തും പറയാം. നമ്മുടെ ഇമാമിയങ്ങൾ എന്തും തിരക്കില്ല. റൂം മാറി കിടന്നിട്ടാ പറ്റുമെങ്കിൽ അങ്ങനെ ആകാം, ഒരേ റൂമിൽ കിടന്നിട്ടാ നല്ലോണം പറ്റുമെങ്കിൽ അങ്ങനെ ആകാം. നമുക്ക് നല്ലോണം തോന്നി ഇബ്നു അബ്ബാസിന്റെ വിദ്യാർത്ഥിയാക്കി ഒരേ റൂമിൽ, ഒരേ കട്ടിലിൽ, ഒരേ വിരിപ്പിൽ തൊട്ടുരുമി, പക്ഷേ മുഖം അങ്ങോട്ട്, മുതുക് മാത്രം കൊട്ടി. അങ്ങനെ തിരിച്ചിങ്ങ് കിടന്നാൽ ഒറ്റ രാത്രി നീണ്ടു കിടക്കൂല പിണക്കം. ഇത് പെണ്ണേറ്റ് പരിചയിച്ച ആൾക്കാർക്ക് തിരിയും. അല്ലാത്തവനോട് പറഞ്ഞിട്ട് പറയല്ലേ, നമ്മളെ കുട്ടികളൊക്കെ നീച്ചു ശരിയല്ലത് തന്ത ഇടപാട് വരിച്ച് അവർ നീച്ചു. അല്ലാഹു തആലാന്റെ പ്രയോഗം നോക്കുന്നത് ഈ വിധം നിങ്ങൾ കടന്നാൽ ശരിയാവും. എന്നിട്ടും വരുന്നില്ലേ, അടിച്ചോ അടിച്ചോ. എന്താ അടിച്ചോ? അടിച്ചോന്ന് വെച്ചാൽ എന്താ അടിച്ചോന്നറിയുന്നത്? ബോർബൻ വൈറ മുബർജിഹിൻ വലാ കാഫിൻ. നല്ലോണം വേദനിക്കാൻ പാടില്ല അടിച്ചാലേ, മുറിയാക്കാൻ പാടില്ല എന്നൊന്നുമല്ല. ശക്തിമത്തായ വേദന വരാൻ പാടില്ല. സഹിക്കാൻ കഴിയാത്ത വേദന ഇല്ല അടിയാകരുത്. സഹിക്കാൻ കഴിയാത്ത വേദനയുള്ള അടിയല്ലാത്ത അടി, പൊട്ടും മുറിയും വരുത്താത്ത അടി, ഇതെല്ലാവരും സമ്മതിക്കുന്നതാണ്. ഇബ്നു അബ്ബാസ് അവിടെ പറയുന്നത് എന്നറിയാം. ഗുസ്തിയെടുക്കുന്ന മാതിരി ഗുസ്തിയെടുക്കുമ്പോ കൈ പിടിച്ചിട്ട് തരം മതി അടി, കൈകൊണ്ടൊന്നും ഇങ്ങനെ കൊട്ടും പോലെ. ഇബ്നു അബ്ബാസ് ഇമാം റൂയാനി പറയുന്നു, നിന്റെ കയ്യിലെ കൈലേസ് ഉണ്ടല്ലോ, ടവ്വല്, ഈ ടവ്വലോ മിന്തിയിലോ കൈലേസോ ചുരുട്ടി പിടിച്ചിട്ട് അറ്റക്കൊട്ട്. കൈലേസ് പിടിച്ചിട്ട് വടി കൊണ്ടാകരുത്, ചാട്ട കൊണ്ടാകരുത്, നൂല് കൊണ്ടാകരുത്, നിന്റെ കൈലേസ് ചുരുട്ടി പിടിച്ചിട്ട് ഒരൊറ്റ അടി. അല്ലെങ്കിൽ എത്തിക്കാൻ നിന്റെ കൈകൊണ്ട് അടി, ആ കൈകൊണ്ടുള്ള അടി തന്നെ കഴിഞ്ഞാൽ ശരിയാവും. പിന്നെ എന്തിനാ അവിടെ അടിക്കണ്? നല്ലോ വേദനയാകാൻ പാടില്ല, പൊട്ടാൻ പാടില്ല, മുറിവാക്കാൻ പാടില്ല, എങ്ങനെയുമാകാം. ആ തരത്തിലുള്ള അടിയാകരുത്. പിന്നെ തവടി ചുരുട്ടിയിട്ട് അടിക്കേണ്ടി ആ മതി. എന്തിനാണ് ഈ അടി നിറങ്ങള്? ആ അടി അടിച്ചാൽ തന്നെ ശരിയാവും. അല്ല പറയാം, സാധാരണഗതിയിൽ നല്ല പെണ്ണാണെങ്കിൽ അടിയോടുകൂടെ തന്നെ ഒതുങ്ങും. ചെറിയ അടിയാണെങ്കിലും അങ്ങനെ ഒതുങ്ങിയാൽ പിന്നെ അതിന്റെ അപ്പുറം നിങ്ങളൊരു മാർഗം കാണരുത്. എന്താ മാർഗം എന്ന് പറയാം നമുക്ക്? എന്താ ഈ അടി? നിങ്ങളിങ്ങനെ അടിച്ചിട്ടേന്ന് പറയാനാ ഈ അടി. വേറൊന്നിനല്ല, വേദനയാകാനല്ല, തൊഴിക്കാനല്ല, മുഷികാക്കാനല്ല, പിന്നെ അടിച്ചിട്ടല്ലേ ഞാൻ അടുത്തത് എന്ന് പറയാം. വാശിയേ ഈ പെണ്ണുങ്ങൾക്കുള്ളൂ, വാശി. വെറുതെ ഒരു കുറുമ്പാണത്. അള്ളാന്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ എങ്ങനെയാ പറഞ്ഞതെന്നറിയോ? നിനക്കടോ നിന്റെ കെട്ടിയോളെ ചുവന് കൊണ്ടുനടക്കണം, എന്നാൽ നീ അവളുടെ വളവും തിരിവും, അവളുടെ ആ വളവും അവളെ പടക്കപ്പെട്ട വില അതൊക്കെ നല്ലോണം പരിഗണിച്ചു വന്നോ. നീ പറയുന്ന മാർഗേന തന്നെ ചൊവ്വാക്കണമെന്ന് വെച്ചാൽ നീ അവളെ പൊട്ടിക്കേണ്ടി വരും, കൊല്ലേണ്ടി വരും. കഴിയില്ല, കൊല്ലാനേ കഴിയൂ. ഇതാ പെണ്ണ്. അപ്പൊ ആ വളഞ്ഞ പ്രകൃതിയിലുള്ള പെണ്ണിന് ഇങ്ങനെ അടിച്ചിട്ടേന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടാ ഈ അടി. അതിന് ടവര് കൂട്ടിപ്പിടിച്ചിട്ട് ഒറ്റ അടി, തൂക്കിലെ ഇന്റെ ടർക്കി പോലത്തെ ടർക്കി ഒറ്റ അടി തന്നെ എടുത്താൽ തന്നെ വേദനയായിട്ടൊന്നും അല്ല അങ്ങനെ നീച്ചു വരും. എന്താണ് അടിച്ചിട്ട് വന്നാന്ന് പറയാനേ ഇത്രയും പെണ്ണിന് വന്നപ്പോ. ഈ അടിച്ചിട്ട് വന്നാന്ന് പറയാൻ വേണ്ടിയിട്ടൊന്ന് അടിക്കാന്നല്ലാതെ അടിക്കാൻ ഒന്നായിട്ട് കൂട്ടിയിട്ട് പിടിച്ചിട്ട് മുറിയാക്കണമെന്നല്ല. വേണമെങ്കിൽ അതും ആകാം, എന്നാലും അടിച്ചിന്റെ അപ്പുറം ചെയ്യാൻ പാടില്ലട്ടോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപാകെ ഒരിക്കൽ അസ്അദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ അൻസാരികളിൽ നിന്നുള്ള ഒരു സ്വഹാബി വര്യനാണ്. തന്റെ ഭാര്യയുമായിട്ട് പിണങ്ങി. പണ്ടത്തെ അറബികളിലെ നല്ല രജൻ കൊടുത്ത് 2 കയ്യും കൂട്ടിയിട്ട് മുഖത്ത് 4 വിരലുമാണ് പതിഞ്ഞു. സുഖമായ അടി. ആ അടി കൊണ്ടിട്ട് പെണ്ണിന്റെ വാപ്പ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നു, അള്ളാന്റെ റസൂലെ, അസ്അദിന്റെ ഭാര്യയാണിത്, അസ്അദിന് ഞാൻ ഇവിടെ ഇടയാക്കി കൊടുത്ത് നല്ലോജൽക്കും നിൽക്കാനാണ്. പക്ഷേ നോക്കൂ, എന്റെ പെണ്ണിന്റെ മുഖത്ത് കൈവിരലുകളല്ലേ പതിഞ്ഞിരിക്കുന്നത്, അടിച്ചല്ലോ അസ്അദ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, പിടിച്ച് അങ്ങോട്ട് കൊടുക്കുക. പക്ഷേ
അള്ളാന്റെ റസൂലിന്റെ പെട്ടെന്നുള്ള പ്രതികരണം പിടിക്കാനെന്ന് കൊടുക്കുകയാണ്. സംഗതി കുറച്ച് മോശമല്ലത്. റസൂലിനെ ചിന്തിക്കാൻ കാരണമുണ്ട്. സൗജല്ലേ ഇണ ഇങ്ങോട്ടടിക്കാൻ പാടില്ല, അങ്ങോട്ടടിക്കാൻ അങ്ങോട്ടും അടിക്കാം. എണ്ണയും തുണയത് എണയും തുണയാന്നുള്ള സങ്കല്പത്തിൽ അള്ളാന്റെ റസൂൽ പറഞ്ഞു ഇക്കത്തീമിൻഹു ആക്കിട്ടോ അങ്ങോട്ട്. പിന്നെ റസൂലിന് തന്നെ തോന്നി മാപ്പിളനെ പെണ്ണല്ലേ ശരിയല്ല. അല്ലാണ്ട് റസൂല് പറഞ്ഞു അല്ല 5 ലക്ഷം താമസിക്ക് ഹട്ട അന്നുറപ്പി അന്തിക്ക് ഞാൻ നിന്റെ കാര്യത്തിലൊന്ന് ആലോചിക്കട്ടെ അല്ലാണ്ട് റസൂൽ. അപ്പോഴേക്ക് കണ്ടു റസൂലുള്ള വറവുണ്ടു, കാടുകൾ വിറച്ചു, വർണ്ണം മാറി, വഹിയിറങ്ങുകയാണ്. അള്ളാന്റെ റസൂലിന്റെ വഹിയുടെ ഭാവഭേദം നീങ്ങി. അള്ളാന്റെ റസൂല അവസ്ഥാന്തരം വന്ന മാറിയ ശേഷം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ് وبما أنفقوا فالصالحات قانتات حافظات للغيب بما حفظ الله. അല്ലാഹു തആല കൽപ്പന ആണുങ്ങൾ എന്ന് പറയുന്നത് നല്ല നിലക്ക് പെണ്ണുങ്ങളെ മെരുക്കിയിട്ട് നിയന്ത്രിച്ച് കൊഴുപ്പാക്കി കൊണ്ട് നടക്കേണ്ടവരാണ്. അതുകൊണ്ട് അത്തരം ആണുങ്ങളിൽ നിന്ന് മെരുക്കാനും ശരിയാക്കാനും അടിക്കുമ്പോ ചിലപ്പോ പാളിപ്പോകും. ആ പാളലൊക്കെ വന്നാൽ ഫസ്സാലിഹാത്തു നല്ല പെണ്ണുങ്ങൾ ഖാനിതാത്തുൻ ഭർത്താവിന് വീഴ്വണങ്ങുന്നവരും വിധേയപ്പെടുന്നവരുമാണ്. ഹാസിലാത്തുൻ ലിൽഗൈബ് അവരില്ലാത്തപ്പോ നല്ല നിലക്ക് സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. തിരികെ അടിക്കാനൊന്നും പാടില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു. അള്ളാന്റെ റസൂൽ ഒന്നുദ്ദേശിക്കുന്നു, വാറാദല്ലാഹു അംറൻ അള്ള മറ്റൊന്നുദ്ദേശിക്കുന്നു. ഞാൻ തോറ്റു കാല റസൂലുള്ളാഹി. കണ്ടോങ്ങള് റസൂലുള്ളാഹിന്റെ പെണ്ണുങ്ങളോടുള്ള സ്നേഹം. കൊടുക്ക അങ്ങോട്ട് വന്ന് പെണ്ണിനോട് പറഞ്ഞു. അള്ള പറഞ്ഞു അള്ളാന്റെ ആ റസൂലിന്റെ സ്നേഹം പറ്റുമ്പോത്തിന് പറ്റൂല. നമ്മളെ പെണ്ണുങ്ങൾക്ക് അങ്ങോട്ടും അടിക്കാനങ്ങോട്ട് ഷറയിൽ കൊടുക്കുകയാ പിന്നെ അതിനെന്നെ ഇടണ്ടാവുള്ളൂ. ചിലരൊക്കെ ചോദിക്കുമല്ലോ പെണ്ണുങ്ങളെ തൊലാക്കല്ല ആണിനെ അധികാരമുള്ളൂ, ആണിനെ തൊലാക്കല്ല പെണ്ണിനില്ലല്ലേ. അങ്ങനെ ഒരു തലാക്കുണ്ട് 10. പക്ഷെ അതൊക്കെ വളരെ നിർബന്ധിതമാണ്. അതിനൊക്കെ വളരെ നിബന്ധനകളുണ്ട്. ആ നിബന്ധനയൊന്നുമില്ലാത്ത നമ്മളെ തൊലാക്ക് പോലത്തെ ഈ പെണ്ണുങ്ങൾ എടുത്താച്ചാ ഒരൊറ്റ ദിവസം 24 34 തൊലാക്ക് കേൾക്കും. മനസ്സില്ല മല്ലസുക്കാന്നാണ് പെണ്ണ്. നമ്മൾ പറയണമായിരുന്നല്ലേ കാരണം പെണ്ണു തൊലാക്കെല്ലാം തിരിഞ്ഞാല് അള്ളാഹു തആല അധികാരം കൊടുക്കാനിട്ടാ. അതാണ് അള്ളാഹു പറഞ്ഞത് വണങ്ങി ജീവിക്കുക തന്നെ വേണം പുരുഷന്മാർക്ക്. അള്ളാഹു കൊണ്ട് സംഭവിച്ചില്ല. അല്ലെങ്കിൽ അങ്ങോട്ട് അടിക്കാനാ റസൂലുള്ള പറഞ്ഞു. ചുരുക്കം അടിക്കണം എന്ന് പറഞ്ഞാൽ മുറിയാക്കുന്ന അടി പാടില്ല. ഇത് എപ്പോഴെങ്കിലും പുരുഷനിൽ നിന്ന് വന്നാലോ എന്റെ പെണ്ണുങ്ങളെ അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത് വണങ്ങി ശരിക്ക് ജീവിക്കണമെന്നാൽ ആ ജീവിതം ക്ലിയറായി ജീവിക്കുന്ന വിധം മെരുക്കിക്കൊണ്ടുവന്നാൽ അല്ലാഹു പറയുന്നു ഫലാ തബ്ഗു അലൈഹിന്ന സബീലാ. ഒരു കുറ്റവും പിന്നെ അതിനെ ചൊല്ലി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത്. പണ്ട് കഴിഞ്ഞത് പറ്റേ മറക്കണോന്ന് അല്ലാഹു തആല. അതെങ്ങനെ സാധിക്കും? അങ്ങനെ പെണ്ണുങ്ങൾ നല്ല നിലയ്ക്ക് ജീവിക്കാൻ വേണ്ടി പുരുഷന്മാർ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവകാശം നോക്കി നിൽക്കാം. പെണ്ണുങ്ങളോ ഒറ്റ വാക്കും പറഞ്ഞിട്ട് ഞാനങ്ങ് അവസാനിപ്പിക്കാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചെറിയ ചരിത്രം പറഞ്ഞാട്ടെ. അള്ളാന്റെ റസൂലിനെ ഒരൊട്ടകത്തിന്റെ പിടിച്ച ഒരൊട്ടകത്തിന്റെ കഥയും പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പ് ഒരു സഹാബിമാര് അൻസാരിമാര് കടന്നു വന്നു. അൻസാരി സഹാബാക്കൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു നബിയേ ഞങ്ങളെ ഒട്ടകം വല്ലാത്ത ഒട്ടകം, ആ ഒട്ടകമാണ് ഞങ്ങൾക്ക് വെള്ളം കോരി തന്നിരുന്നതും വെള്ളം നനച്ചിരുന്നതും ഒക്കെ ഇപ്പൊ ഒന്നിനും കൂട്ടിക്കുന്നില്ല, തേടകിയിട്ടുണ്ട് ഞങ്ങളെ ഒട്ടകത്തിലേക്ക്. അള്ളാന്റെ റസൂല് പറഞ്ഞു നല്ലോണം ഇളകി. നല്ലോണം ഇളകി അടിക്കാൻ അനുവദിക്കുന്നില്ല, വേറിട്ട് നിൽക്കുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു ഹുമുബിന എഴുന്നേൽക്കുക, നമ്മളൊന്ന് പോവുക. റസൂലുള്ള അൻസാരികളുടെ വീട്ടിൽ ചെന്നു നോക്കുമ്പോ അള്ളാന്റെ റസൂല് ഒട്ടകം ഒരക്കാരൻ കാണിച്ചു കൊടുത്തു. അതാ കിടക്കുന്നു ഒട്ടകം. ആന വതളകി എന്ന് പറയുന്ന മാതിരിയാണ് ഒട്ടകം വതളകിയാന്ന്. നമ്മളെ ആന തന്നെയാ ഒരു ഒട്ടകം. ആ ഒട്ടകം അങ്ങ് പോയി കിടക്കുക തീരെ പിടിച്ചിട്ട്. അള്ളാന്റെ റസൂല് കൂട്ടത്തിൽ ഒരാളോട് പറഞ്ഞു ആ ഒട്ടകത്തോട് റസൂലുള്ള വിളിക്കുന്നു എന്ന് പറ. അള്ളാന്റെ റസൂല് വിളിക്കുന്നു എന്ന് പറ ഒട്ടകത്തോട്. ഈ അൻസാരിക്കുടുംബം പറഞ്ഞു നബിയേ കഴിയില്ല. ആ ഒട്ടകം വല്ലാത്ത ഒട്ടകമാണ്, പിടിച്ചിട്ട് എത്ര ആളുകൾ മരിച്ചിട്ടും മെരുങ്ങാത്ത ഒട്ടകം. അപ്പോഴോ അള്ളാന്റെ റസൂല് വിളിക്കുന്നു എന്ന് പറ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം പറയപ്പെട്ട ആൾ പോയിട്ട് ഒട്ടകത്തോട് പറഞ്ഞു ഇന്ന റസൂലല്ലാഹ് എന്ന്. അള്ളാന്റെ റസൂല് എന്നെ വിളിക്കുന്നു. ഒട്ടകം ആകെ പതുങ്ങി വന്നിട്ട് മെല്ലെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് അതിന്റെ മുഖവും അതിന്റെ കൈകളും വെച്ച് ഒരൊറ്റ കടത്തങ്ങ് കടന്നിട്ട് ഒരു സുജൂദ് അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ. അള്ളാന്റെ റസൂല് മെല്ലെ കൈ കൊണ്ട് തൊട്ടിട്ട് നീ ശരിക്കും നിൽക്കണം കേട്ടോ, വളരെ ക്ലിയറിലാകണം കേട്ടോ, വളരെ അച്ചടക്കം
ത്തിലാകണം കേട്ടോ കൂടെ. ആ ഒട്ടകത്തിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾ അതിനോട് വേണ്ടാത്തൊന്നും ചെയ്യരുത് കേട്ടോ, അതിനടിക്കാനും പിടിക്കാനും നിൽക്കരുത് കേട്ടോ, അതിന് പാലിക്കേണ്ടതൊക്കെ പാലിക്കണം കേട്ടോ എന്ന് വീട്ടിന്റെ ഉടമക്കാരനോടും. ഇതിനോട് പറഞ്ഞു ചൊവ്വനും ചെലുത്തും നിൽക്കണം കേട്ടോ, തലയാട്ടിയിട്ട് ഒട്ടാന്ന് കടന്നുപോയി. സ്വഹാബാക്കളാകാത്തം അള്ളാന്റെ റസൂലിന്റെ ഈ വേലൊന്നും പോലും കണ്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് റസൂൽ ഇത് കാണിക്കുള്ളൂ. അള്ളാഹു തആലാന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒട്ടകം വന്ന് മുട്ടുകുത്തിയിട്ട് സുജൂദ് ചെയ്ത ഈ രംഗം കണ്ടപ്പോ സ്വഹാബാക്കൾ പറഞ്ഞു, നബിയേ, അഖലില്ലാത്ത, വിവേകമില്ലാത്ത, ബുദ്ധിയില്ലാത്ത ഈ ഒട്ടകം അങ്ങയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എത്ര വട്ടം സുജൂദ് ചെയ്യാൻ കടപ്പെട്ടവരാണ്, ഞങ്ങളും അങ്ങയുടെ മുമ്പിൽ സുജൂദ് ചെയ്യട്ടെ. സൽമാനുൽ ഫാരിസി തങ്ങൾ വന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ പറഞ്ഞു, നബിയേ, ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകളൊക്കെ അവരുടെ രാജാക്കന്മാരെ കണ്ടാൽ സുജൂദ് ചെയ്യാറുണ്ട്, അവിടത്തെ മുമ്പിൽ ഞങ്ങളൊന്ന് സുജൂദ് ചെയ്താട്ടെ. ഒരിക്കൽ റസൂലുള്ളാഹിക്ക് മൂത്രമൊഴിക്കണം, മുമ്പിൽ മറയില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, ആ മരത്തോടൊന്ന് ഞാൻ വരാൻ പറഞ്ഞു എന്ന് പറയാൻ ചെറുപ്പൊക്കെ നബി വെളിപ്പെടുത്തുകയാണ്. സ്വഹാബി പറഞ്ഞു മരത്തോട് വരാൻ. പറയേണ്ട താമസം മരം എന്നിട്ട് പുളകിയിട്ട് നടന്നിട്ട് ഇങ്ങോട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നു. നാം ബൂസൂരി പറഞ്ഞില്ലേ, തംശി ഇലൈഹി അലാ അസ്സാഖിൻ ബിലാ ഖദമി كأنما سطرت سطرا لما كتبت فروعها من بديع الخط باللقم مثل الغمامة أن سار سائرة تقيه حر وطيف للهجير حميم. അള്ളാന്റെ റസൂല് വിളിച്ചപ്പോ കാട്ടപ്പുഴകി വന്ന വൃക്ഷം വരവരച്ച് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്തു. ഈ സുജൂദ് കണ്ടപ്പോഴും സഹാബാക്കൾ പറഞ്ഞു, നബിയെ, വിവേകമില്ലാത്ത, അന്തമില്ലാത്ത, ജീവനില്ലാത്ത വൃക്ഷങ്ങൾ അങ്ങ് വിളിക്കുമ്പോൾ വന്നു മാത്രമല്ല അങ്ങയുടെ മുമ്പിൽ വന്ന് സുജൂദ് നമിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്തമുള്ള, ബുദ്ധിയുള്ള അവിടുത്തെ ഉമ്മത്ത് എത്ര സുജൂദ് ചെയ്യണം, ചെയ്യട്ടോ. ആ സമയത്തൊക്കെ റസൂലുള്ള പറഞ്ഞ മറുപടി, പറ്റില്ല, പറ്റില്ല. ഒരു പടപ്പിന് സുജൂദ് ചെയ്തുകൂടാ, ഒരു മനുഷ്യന് സുജൂദ് ചെയ്തുകൂടാ. ലൗ അമർതു അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ ഖാല റസൂലുള്ളാഹി. ഒരു മനുഷ്യന് വേണ്ടി സുജൂദിൽ കിടക്കാൻ അല്ലാഹുവിന്റെ ശറഅ് അനുവദിക്കുമായിരുന്നെങ്കിൽ ഒരു കെട്ടിയോള്, ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മുമ്പിൽ എല്ലാ തവണ കാണുമ്പോഴും സുജൂദ് ചെയ്യാൻ, വണങ്ങാൻ, സുജൂദിൽ കടന്നുകൊണ്ട് നമിക്കാൻ അല്ലാഹുവിന്റെ ശറഅ് കൽപ്പിക്കുമായിരുന്നു. ഖാല റസൂലുള്ളാഹി. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? അള്ളാന്റെ റസൂലായ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനല്ല ശറഅ് കൽപ്പിക്കുക. ഒരു പടപ്പിനൊരു പടപ്പ് സുജൂദ് ചെയ്യാൻ പറ്റുമെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഉമ്മത്ത് സുജൂദ് ചെയ്യുന്നതിലേറെ കടപ്പാട് ഒരു പെണ്ണിന് തന്റെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അവകാശമുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അൻസാരികളിൽപ്പെട്ട ഒരു പെണ്ണിനെ അവരുടെ വീട്ടുകാർ കൊണ്ടുവന്നു. നബിയേ, ഇത് ഞങ്ങളെ പുന്നാര മോളാണ്, കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് കൂട്ടേക്കുന്നില്ല, എന്തു വേണം? അള്ളാന്റെ റസൂലിനോട് കൂട്ടുകാർ അന്യായം പറഞ്ഞു. റസൂല് ചോദിച്ചു, എന്താ മോളെ, എനിക്ക് കല്യാണം കഴിച്ചൂടെ? വാപ്പയല്ലേ പറയുന്നത്, വാപ്പ കെട്ടിച്ചു തരുമല്ലോ. അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, അള്ളാന്റെ റസൂലെ, ശരി, മാ ഹഖുൽ മർഅ, ഒരു പെണ്ണിന്റെ അവകാശം എന്താണ്, എന്തൊക്കെയാണ് ഒരു പെണ്ണിന്റെ ചുമതല ഭർത്താവുമായി ഇണചേർന്നാൽ? അള്ളാന്റെ റസൂല് ഞെട്ടിപ്പോയി പെണ്ണിന്റെ ചോദ്യം കേട്ടപ്പോ. എന്ത് ചെയ്യും? അള്ളാന്റെ റസൂല് പറഞ്ഞു, ആ ചുമതലയാണെങ്കിൽ ഭർത്താവിന്റെ മൂക്കിന്റെ ദ്വാരങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്നത് ക്ഷലമാണ്, ചീഞ്ഞ ക്ഷലമാണ്. ചീഞ്ഞ ശലവും നീരും മൂക്കിൽ നിന്ന് ഒലിച്ചു വീഴുന്നത് കാല് വരെ ഒലിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ കാല് മുതൽക്ക് നക്കിത്തുടച്ചിട്ട് മൂക്ക് വരെ നക്കിത്തുടച്ച് നാക്കുകൊണ്ടൊരു പെണ്ണ് വറ്റിയെടുത്തിട്ട് ഊമ്പിപ്പിടിച്ചാൽ ഭർത്താവിന്റെ കടമ ആ പെണ്ണ് നിറവേറ്റിയവണെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ അല്ലാന്റെ റസൂലിന്റെ ഈ കടമ കേട്ടപ്പോ പെണ്ണ് പറഞ്ഞു, നബിയെ, ഇതാ കടമയെങ്കിൽ അബദാ, ഞാൻ കല്യാണം കഴിക്കില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഓളെ കെട്ടിക്കണ്ട. അള്ളാന്റെ റസൂല് വാപ്പാനോട് പറഞ്ഞു, കെട്ടിക്കണ്ട. ഈ കടപ്പാടാണ് അല്ലാഹുവിന്റെ റസൂല് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഭർത്താവുമായുള്ള കടപ്പാട്. എന്റെ ഉമ്മ പങ്ങന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ലാത്ത ഉമ്മത്ത്, സ്വന്തം ഉമ്മാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ലാത്ത ഉമ്മത്ത്, സ്വന്തം ബാപ്പാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ലാത്ത ഉമ്മത്ത്,
ഈ പിരിച്ചപ്പെട്ട ലോകത്ത് ഹബീബായ നബിയുടെ അപ്പുറം ഇനി ആരുണ്ട് ചുമതലപ്പെട്ട പടപ്പ്? ആ പടപ്പിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ സമ്മതിക്കാത്ത ഉമ്മത്ത്, ഈ ഉമ്മത്തിൽ ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ ശറഅ് കൽപ്പിക്കുമായിരുന്നെങ്കിൽ ബാപ്പളയുടെ കാലിക്കൽ സുജൂദ് ചെയ്യണമെന്ന കൽപ്പന അല്ലാഹുവിങ്കിൽ നിന്നുണ്ടാകുമായിരുന്നുവെന്ന് ശറഅുമായി വന്ന ത്വാഹാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നിടത്ത് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കണം ഒരു പെണ്ണ്? ഒരു പെണ്ണിനോട് നബി പറഞ്ഞിട്ടുണ്ട്, വകൈഫ അൻതി ബിഹി, പിന്നെ എങ്ങനെയാണ് നീ ആ മാപ്പളന്റെ കൂടെ കഴിയേണ്ടത്? ഫഇന്നഹു ജന്നതുകി വനാറുകി, നീ നരകത്തിൽ കിടക്കുന്നതും നീ സ്വർഗത്തിൽ കിടക്കുന്നതും നിന്റെ ഭർത്താവിന്റെ പൊരുത്തവും ദേഷ്യവും പോലെയാണ്. ഖാല റസൂലുള്ളാഹി, ഭർത്താവിന്റെ പൊരുത്തമുണ്ടെങ്കിലേ നീ സ്വർഗത്തിൽ കിടക്കൂ, ഭർത്താവിന്റെ പൊരുത്തമില്ലെങ്കിൽ നീ നരകത്തിലേ കിടക്കൂ. ബികുഫ്രിഹിന്ന, ഭർത്താവിനോടുള്ള നന്ദി കേടുകൊണ്ടാണ് പെണ്ണുങ്ങൾ നരകത്തിൽ അധികം കടന്നത് ഞാൻ കാണാൻ കാരണമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം നിവേദനം ചെയ്ത ഹദീസല്ലേ. ആ തരത്തിലുള്ള ഹദീസുകളിൽ നിന്ന് കിട്ടുന്നത് എന്റെ ഉമ്മ പെങ്ങന്മാരെ, ഭർത്താക്കന്മാരുടെ മുമ്പിൽ അല്ലാണ്ട് റസൂലിന്റെ ഒരു വാചക, അത് മൂക്കുന്നൊലിക്കുന്നത് മൂക്കട്ടാന്നാണ് പറയാ അല്ലേ? മൂക്കുന്നൊലിക്കുന്നത് മൂക്കടാ, ഇത് എത്ര വൃത്തികെട്ടതാ. അവിടെ റസൂല് പറയുന്നു, രക്തവും ചീഞ്ചലവും മഞ്ഞയും ചുവപ്പും കലർന്ന ജലവും വെറും രക്തവുമാണ് ഒഴുകുന്നതെങ്കിൽ, നാച്ചിട്ടിട്ടത് നക്കി കുടിച്ചെങ്കിൽ കടമ വീട്ടിയവളാകൂല എന്ന് പറഞ്ഞ കടമ ഒരു ഭർത്താവിന്റെ മുമ്പിൽ എത്ര ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് പെണ്ണുങ്ങൾ അവരുടെ കടമ നിറവേറ്റിയും പുരുഷന്മാർ അങ്ങോട്ടുള്ള ചുമതല അള്ള പറഞ്ഞ് നിറവേറ്റിയിട്ട് അവരുടെ ചുമതലയും നിറവേറ്റി നിന്നാൽ ഇസ്ലാമിലെ ദാമ്പത്യ ജീവിതമായി അള്ളാഹു ആ വിധം ജീവിക്കുവാൻ നാം ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു അത് അംഗീകരിക്കുമാറാവട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.